मैंने जाना मुझ में तू है, दिल है नादा कैसे अब कहें। तेरे आस पास दिन सारा, ना जाना कब मैं दिल हारा। थोड़ा सा तूने बहकाया, बहलाया दिल को सहलाया। मैंने जाना मुझ में तू है, दिल है नादा कैसे अब कहें। रेडी आയിട്ട് നിൽക്കുന്നുണ്ട്. मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है। मुंडा थोड़ा ऑफ बीट है पर कुड़ियां दे नाल बहुत स्वीट है। ढोंगी सा ये बड़ा ढीठ है, वायरल हो गया ये ट्वीट पर फूल वूल करने में कूल तू बड़ी तेज कटारी है। शगन तेरी की लगन तेरी की हमने कर दी तैयारी है। नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। नचते ने सारे रल मिल के आज हिले डुल के ले सारे के सारे नजारे। खसमानू का नहीं so much. Yes, അപ്പോൾ ഇവർക്കൊരു സ്പെഷ്യൽ കൈയ്യടി കൊടുക്കണം കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ നൈറ്റ് കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇത്രയും മെമ്മറബിൾ ആക്കാനായിട്ട് സഹായിച്ചത് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് യുവേഴ്സ്. ആൻഡ് നിങ്ങൾക്ക് തിരികെ അവരോടൊപ്പം പോകാം. നമുക്കിനി ഒരുപാട് സെറിമണീസ് സ്റ്റേജിൽ നടക്കേണ്ടതായിട്ടുണ്ട്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഐഷു യു റിയലി റിയലി ബ്യൂട്ടിഫുൾ ടുഡേ അല്ലേ? പക്ഷെ ഇന്ന് മാത്രമാണോ സുന്ദരിയായിട്ടുള്ള? അല്ല, എല്ലാ ദിവസവും സുന്ദരിയാണല്ലേ? എനിക്ക് തോന്നി ഐഷു എല്ലാ ദിവസവും സുന്ദരിയാണെന്ന്. ഐഷുവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഫാമിലി ഐഷുവിൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് എ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് അല്ലേ? എനിവേ വൺസ് അഗൈൻ നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഇരിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഡെക്കറൊക്കെ സ്റ്റേജിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് ഹൽദി എന്നറിയോ? ഹൽദി അറിയില്ല. ഹൽദി എന്താണെന്ന് അറിയുന്നതാണ് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ നിങ്ങൾ വന്നത്. ഹൽദിയെ കുറിച്ച് എന്താ ഐഷു ഹൽദി? എനിക്ക് ഫാമിലിക്ക് ഒരു ബ്ലെസ്സിങ്സ് കിട്ടണം, പിന്നെ എനിക്ക് ഡാൻസ് ചെയ്യണം, കുറച്ചധികം ഫോട്ടോസ് കിട്ടണം, സ്വീറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ ഹൽദി ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ഹൽദിയുടെ പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. മഞ്ഞൾ കല്യാണം കേട്ടിട്ടുണ്ടോ? മഞ്ഞൾ കല്യാണം നമ്മൾ മലയാളികൾ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു പരിപാടിയാണ് മഞ്ഞൾ കല്യാണം അല്ലേ? പക്ഷേ ഈ ഹൽദി നോർത്ത് ഇന്ത്യൻ പരിപാടിയാണ്, നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ്. പക്ഷെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങ് അഡാപ്റ്റ് ചെയ്യും അല്ലേ? അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്തൊരു കൾച്ചറാണ് ഹൽദി. അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ കുറച്ച് മലയാളി തനിമയൊക്കെ ചേർത്തിട്ട് നമ്മളിങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ കല്യാണത്തിന് മുന്നോടിയായിട്ട് ആഘോഷിക്കാറാണ് പതിവ്. ഇതാണ് ഹൽദിക്ക് പിന്നിലുള്ള കഥ. പക്ഷേ ഹൽദി ചെയ്യുന്നതിനൊരു റീസൺ കൂടിയുണ്ട്, അറിയോ? ഹൽദി എനിക്ക് തോന്നുന്നു അമ്മമാർക്ക് നന്നായിട്ട് അറിയാം. മഞ്ഞൾ നമ്മൾ എന്തിനാണ് അമ്മ ഉപയോഗിക്കുന്നത്? സാധാരണ മഞ്ഞൾ നമ്മളുടെ ഒരു വിശ്വാസം അനുസരിച്ച് മഞ്ഞൾ ഏറ്റവും പ്യൂരിഫിക്കേഷൻ അല്ല, എല്ലാ കാര്യങ്ങളും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്ന് പറയും. ഒരു പുതിയ ജീവിതത്തിലേക്ക് നടക്കുന്നതിന് മുന്നോടിയായിട്ട് പ്യൂരിഫിക്കേഷന് വേണ്ടി ചെയ്തതാണെന്ന് പറയാം. പക്ഷെ ഇതിന് വേറൊരു സ്റ്റോറി കൂടിയുണ്ട്. ശരിക്കും ഇത് മഞ്ഞളാണോ? പിന്നെന്താ അത്? മുൾട്ടാനി വെട്ടിയാണ്. നമ്മൾ മുൾട്ടാനി വെട്ടിയാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണെന്നറിയോ?
അറിയോ? നാളത്തെ കഴിഞ്ഞൊക്കെ ബിഗ് ഡേ സെലിബ്രേഷൻ നടക്കാൻ പോവാണ്. അപ്പൊ അന്ന് കുറച്ചുകൂടി സുന്ദരിയാവാൻ വേണ്ടല്ലേ ഹൽദി ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എനിക്കറിയാം ഒന്ന് സുന്ദരിയാവാൻ വേണ്ടിയായിട്ട് നമ്മൾ ഇന്നങ്ങ് ഒരുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഹൽദി നമ്മൾ ആഘോഷിക്കുന്നത്. വൺസ് അഗൈൻ ഹൽദി സെലിബ്രേഷന് പങ്കെടുക്കാനായിട്ട് തിരക്കുകളൊക്കെ മാറ്റി വെച്ച് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഏറ്റവും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. സോ എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജ് കുറച്ചുകൂടി അത് കംപ്ലീറ്റ് ആവാനുണ്ട് അല്ലേ? ഐഷു മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? ഫോട്ടോഗ്രാഫർ ചേട്ടാ നിങ്ങളല്ല അവരെ കാണണമെന്ന്. പക്ഷെ പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം അല്ലേ? അതുകൊണ്ടാണ് അവരെ നമ്മളങ്ങനെ ഫ്രണ്ടിൽ നിർത്തിയിരിക്കുന്നത്. എനിക്കൊന്ന് ഐഷു കുറച്ച് പേരോട് സ്റ്റേജ് വരാനില്ലേ? ആരോ വരാനല്ല? ഓഫ് കോഴ്സ് പാരന്റ്സ് രണ്ടുപേരും സ്റ്റേജിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുള്ളൂ ഈ ഒരു സ്റ്റേജ് നമുക്ക് കംപ്ലീറ്റ് ആവാൻ പറ്റുള്ളൂ. വെൽക്കം ഐഷ്യാസ് പാരന്റ്സ് വിനോദ് ആൻഡ് മിസ്സസ് പ്രീത ഔട്ട് ദി സ്റ്റേജ്. ഹായ് സർ. ഹായ് മാം. എനിക്ക് കയറാൻ പറ്റൂല, എനിക്ക് പാടാണ്. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യണോ? കാരണം മോനെ കയറിയാൽ നമ്മുടെ ബാക്കി സെറിമണി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ കേട്ടിക്കോ എല്ലാവരും കൂടി? എടുത്ത് കേട്ടാൻ ആരും ഇല്ലേ? അപ്പൊ അമ്മയും അച്ഛനും സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഐഷുവിനേക്കാൾ കൂടുതൽ ഇന്നത്തെ ദിവസം ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടി പ്ലാൻ ചെയ്തത് നിങ്ങൾ രണ്ടുപേരും തന്നെ ആയിരിക്കും അല്ലേ? വളരെ ഹാപ്പിയാണ്. One year old kids പറയുന്നത് they have taken lots of pain in making this program a great success. ഇന്നും ഇവരെ തുടങ്ങിയതല്ല, ലാസ്റ്റ് 20 days 20 to 25 days ഇവര് പ്ലാൻ ചെയ്തിട്ട് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ ഹാവിങ് എക്സാംസ്. അതെല്ലാം കളഞ്ഞിട്ടാണ് ഇപ്പം ഈ പിള്ളേർ ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ്. I have to show them my gratitude not today, maybe a week after I should. ആണോ? ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടപ്പോൾ ഞാൻ പറയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യന്മാരോട് അമ്മയെ കണ്ടിട്ട് ഒരു ഡാൻസറിനെ പോലെ ഉണ്ടല്ലേ എന്ന്. ശരിക്കും ഡാൻസർ അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് എന്തായാലും അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് ഒരു കപ്പിൾ ഡാൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി എന്തായാലും ചെയ്ത് കാണിക്കും. കപ്പിൾ ഡാൻസ് ഉറപ്പായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ നേരത്തെ അച്ഛൻ പറഞ്ഞ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട് ഒരു കപ്പിൾ ഡാൻസ് എന്തായാലും പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കുന്നു അല്ലേ? സിംഗ് എ സോങ് റൈറ്റ് നൗ. ഹിന്ദി പാട്ടാണ്, മലയാളം ലിറിക്സ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഫോർ ലൈൻസ് ഓക്കെ. चांद मेरा दिल चांदनी हो तुम, चांद से है दूर चांदनी कहाँ, लौट के आना है यही तुमको चाह रहे हो तुम, जाओ मेरी जान, जाओ मेरी जान, जाओ मेरी जान. That was beautiful. പക്ഷെ ഇവിടെ ഹിന്ദി അറിയാത്തവർ എത്ര പേരുണ്ട്? ഹിന്ദി അറിയാത്തവർ മാത്രം ഒന്ന് ക്ലാപ്പ് ചെയ്യോ? അറിയാത്തവര് എനിക്ക് കമ്പനി ഉണ്ടോന്ന് അറിയാനാ? ഓക്കെ, എനിക്കും ഹിന്ദി അറിയത്തില്ല. പക്ഷെ സോങ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. യു സിംഗ് റിയലി വെൽ. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് അമ്മയ്ക്ക് എന്തായാലും രണ്ടാമത് കയറാൻ എടുത്ത് കയറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ സെറിമണി കഴിഞ്ഞിട്ട് അങ്ങ് പോയാലോ? നമ്മൾ ഇവിടെ കുറച്ച് സ്വീറ്റ്സും അതുപോലെ തന്നെ മഞ്ഞളല്ല, പക്ഷെ നമുക്ക് മഞ്ഞളെന്ന് തന്നെ പറയാം, മഞ്ഞളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും മകളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് കുറച്ച് മഞ്ഞൾ തേച്ച് മഞ്ഞൾ മുഖത്ത് ചാർത്തി അല്ലെങ്കിൽ കയ്യിൽ ചാർത്തിക്കൊണ്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് അറിയിക്കുക. കുറച്ച് സ്വീറ്റ്സ് കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് അറിയിക്കാമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. बस जा तू अब मुझ में से मर जाए इश्क तेरा, तू यार नहीं तू प्यार नहीं, तू रूदा रिश्ता पुराना है, सच तो यही तू है मेरी, है सच तो यही तू है मेरी, तू दुनिया नु जन्नत बनाने बनी, है सच तो यही तू है मेरी। कैसे छुपाए इश्क अब क्या छुपाना, आता है हीरे तुझे अपना बनाना,
तेरे लिए 100 बार मर के हम जी लिए। वैसे तो सांसें चलती थी मेरी, तुम जो मिले तो हम जी लिए। तू है तो कोई फिक्र ही नहीं, अब रातों का है डर ही नहीं। तू चांद नहीं चिराग नहीं, तू रुता रिश्ता पुराना है सच तो यही तू है मेरी, है सच तो यही तू है मेरी। तू दुनिया नो जन्नत बनाने बने, है सच तो यही तू है मेरी। कैसे छुपाए इश्क अब क्या छुपाना, आता है हीरे तुझे अपना बनाना। ओढ़ के दानी चादर आया शहर मेरा जा, रंग गया मैं तेरे रंग में दीवाना। कैसे छुपाए इश्क अब क्या छुपाना, आता है हीरे तुझे अपना बनाना। കസേര കളിയുടെ സെയിം റൂളാണ്. ഇരുന്നോ, ഒരാൾ അടുത്ത് നിന്നോ. നിങ്ങൾ ഒരുപാട് നേരം ഇരിക്കേണ്ടി വരത്തില്ല എന്തായാലും. അല്ലേ? അപ്പൊ എത്ര പേരുണ്ട്? 2, 4, 6, 8, 10, 12, 14 and 15. 15 പേരും 14 കസേരയുണ്ട്. നമ്മൾ കസേര കളിയുടെ റൂൾ എല്ലാവർക്കും അറിയില്ല. സാറാണ് കസേര കളി എന്ന് പറഞ്ഞതെന്ന് തോന്നല്ല. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ആ വഴിക്ക് വന്നിട്ടില്ല എന്ന്. ഓക്കെ, അപ്പൊ കസേര സാറാണ് പറഞ്ഞത്. അപ്പൊ കസേരയുടെ കളിയുടെ റൂൾ എന്താ സാർ? ഒരാളിന് കസേര ഇല്ലാതെ വരും. പാട്ട് നിൽക്കുമ്പോൾ ആർക്ക് കസേര ഇല്ലയോ അവർ ഔട്ടാവും. പക്ഷെ ഇങ്ങനെ ഇട്ടെന്തായാലും നമുക്ക് കസേര കളിക്കാൻ പറ്റില്ല അല്ലേ? പാട്ടിടാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ടാസ്ക് തരുന്നുണ്ട്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. എനിക്കിതൊക്കെ പണ്ടേ അറിയാമെന്ന്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ചേർന്ന് വന്നിരിക്കുക. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ പോയി എടുത്തിട്ട് വരുമ്പോൾ സൂക്ഷിച്ച് കണ്ടൊക്കെ എടുത്തിട്ട് വരിക. ആദ്യം പോയിട്ടൊരു 10 രൂപ എടുത്തിട്ട് വരിക. ഇഷ്ടം പോലെ നോട്ടുണ്ട്. 10 രൂപ. ഒരു ചെയറൂടെ ഉണ്ട്. ഈ റൗണ്ട് തൊട്ട് നിങ്ങളുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി കൂട്ടില്ല. പ്രോപ്പർട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്മൽ.
എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, നിങ്ങളുടേതല്ലാത്ത ഒരു വാച്ച്. ചെയർ കിട്ടിയില്ല. ഈ ചെയറില്ലേ, ഈ ചെയർ നിങ്ങൾ നോക്കി വെക്കുക. ഈ ചെയർ ആർക്കും കിട്ടിയില്ല, കാരണം ഇവിടെ എണീക്കൂല, എല്ലാം ഇങ്ങ് വരുവാ, ഇവിടെ നനങ്ങുന്നില്ല. അല്ലേ, അപ്പൊ ഒരു ചെയർ കൂടെ ഞാൻ ഇങ്ങനെ അടുത്തേക്കാണ്. കണ്ണാടി. അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആദ്യം എടുക്കാൻ പറ്റില്ല. ഓഫ് കോഴ്സ് ഷൂ. ഒരു പേര് മൊത്തമായിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. രണ്ടുപേരുടെ പേരുണ്ട്. കേട്ടോ പാവം. താങ്ക് യു സോ മച്ച്. എത്തിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സും കുറച്ച് കസിൻസും മിക്സ് ആയിട്ടാണല്ലേ, ഫ്രണ്ട്സും കസിൻസും ഒക്കെ മിക്സ് ആയിട്ടാണല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ലേഡീസ് പേഴ്സ്. ലേഡീസ് പേഴ്സ്. ബാഗ് മേടിച്ചപ്പോൾ ബാഗിന്റെ ഞാൻ പേഴ്സ് തരാണ്. പേഴ്സോ ബാഗോ ആവാം കേട്ടോ. ലേഡീസിന്റെ ബാഗോ പേഴ്സോ ആവാം. ചേട്ടൻ ഒന്നിങ്ങി വരോ? ചേട്ടാ ഇങ്ങി വരോ? ചെയർ നിന്ന് ഈ ഒരു ടാസ്കിനാണ് എണീറ്റത് ആള്. ആ ഒരു ടാസ്കിന് ചെയർ പോയി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു ചെയർ കൂടി ഞാൻ എടുത്തേക്കാണ്. അപ്പൊ അടുത്ത ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങള് ലേഡീസിന്റെ ഒരു പേഴ്സ് എടുത്തിട്ട് വന്നില്ലേ, അതുകൊണ്ട് എന്താ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരു പേപ്പർ കപ്പ്. പേപ്പർ കപ്പ്. പേപ്പർ കപ്പ്. പേപ്പർ കപ്പ്. പേപ്പർ കപ്പ്. കപ്പ് കേക്കിന്റെ പേപ്പർ. പക്ഷെ ബുദ്ധിപരമായ നീ മൂവ് ചെയ്തത് കേട്ടോ. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. ഒരു ഫ്രഷ് ഫ്ലവർ. ഒരു ഫ്രഷ് ഫ്ലവർ. മാലയൊക്കെ മൊത്തത്തിൽ വെച്ചുകൊണ്ട് പോകും. ഫ്രഷ് ഫ്ലവർ. ഈ ഒരു എനർജിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന്. നിങ്ങൾ എല്ലാവരും എടുത്ത വെറൈറ്റി ആയിട്ടൊരു ഫുഡ് ട്രൈ ചെയ്തതാണ്, പക്ഷെ ലേറ്റ് ആയി പോയി. താങ്ക് യു സോ മച്ച്. സോ യെസ്, അപ്പോൾ ഈ ഒരു ചെയർ ഞങ്ങൾ എടുത്തേക്കാണ്. എല്ലാവരുടെയും ഫ്രഷ് ഫ്ലവർ. അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എടുക്കുന്നതല്ലാതെയോ, എടുക്കുന്നതല്ലാതെ വേണമെങ്കിൽ ഇവരാരെങ്കിലും തൂക്കി എടുത്ത് നിൽക്കുന്നുണ്ടല്ലേ, അപ്പൊ നമുക്കിത് തന്നെ പോരെ, ഇതല്ലേ ബെറ്റർ. ഓക്കെ, അപ്പൊ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഐഫോൺ. ഒരു ഐഫോൺ എല്ലാരെയും കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിച്ചത്. ആർക്കാ കിട്ടാത്ത? തരാത്തതാ, മനഃപൂർവ്വം ആരോ തരാത്തതാ. അമ്മയായിരുന്നു ഓടുന്നതല്ലേ. അപ്പോ നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുക്കൂ. രണ്ടുപേരോ? ഒരാളല്ല, രണ്ടുപേരെ. ഓക്കെ, ആരുടെ അമ്മയൊന്നും അല്ലല്ലോ. ആണ്. ആരുടെ അമ്മയാ? വന്നിട്ടില്ല, എന്നാലും അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് ഒരു കയ്യടി. ഓടിപ്പോയിട്ട് ഒരു ATM കാർഡ് എടുത്തിട്ട് വരാം. ക്രെഡിറ്റ് കാർഡ് സ്വന്തം കാർഡ് ആദ്യം വെച്ച റൂളാണ്. സ്വന്തം സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഫസ്റ്റ് റൂളാണ്. കൂടി ഞാൻ സോക്സ് ഞാൻ പറഞ്ഞില്ല. ബെൽറ്റ് നല്ലതല്ലേ, ബെൽറ്റ് എടുത്തിട്ട് തന്നെ. ബെൽറ്റ് കിട്ടാത്ത ആർക്കാ? ബെൽറ്റ് കിട്ടാത്ത ആള്. 3 ചെയർ ഉണ്ട്. 3 ചെയർ ഒന്ന് സെന്ററിലേക്ക് ഇട്ടേക്കാമോ? സെന്ററിലേക്ക് ഇരിക്കാമോ? നിങ്ങൾ സെന്ററിലേക്ക് വന്നിരിക്കാമോ? ലേഡീസ് ഫസ്റ്റ്. ഇപ്പൊ ലേഡീസ് ഒക്കെ സൂക്ഷിച്ച് നിങ്ങളെ സഹായിക്കണം കേട്ടോ. അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഷർട്ടാണ്. ആരെങ്കിലും ഷർട്ട് ഊരി എടുത്തിട്ട് വരിക. ഷർട്ടോ ടീഷർട്ടോ ആവാം. ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട്. ആരെങ്കിലും ഷർട്ട് കൊടുക്കൂ. ഇത്രയും നേരം കഷ്ടപ്പെട്ട് കുട്ടികളെ ആരെങ്കിലും നോക്കൂ. ഒരു ചെയറുണ്ട്. ആരെങ്കിലും ഷർട്ട് ഊരി മേടിക്കുക. അപ്പൊ പെട്ടെന്ന് മേടിച്ചോ, ഷർട്ട് മേടിച്ചോ ആരെങ്കിലും കയ്യിൽ നിന്ന്. ഞാൻ നോക്കുമ്പോഴുണ്ട്. എണീറ്റൊന്ന് മേടിച്ചോ. കാരണം ഇനി ഒരാളും കൂടി പോയില്ലേ, ആൾക്ക് ഇരിക്കാനുള്ള അവസരമാണ് കേട്ടോ. ഇവിടെ ഷർട്ട് കൈ കിട്ടിയിട്ടില്ല. അവസാനത്തെ കൊടുത്തവർക്ക്
താങ്ക് യു സോ മച്ച്. അവരുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒരു കസാര കൂടി ഞാൻ മാറ്റിയേക്കാണ്. മുടി നോക്കൂട്ടോ. വെള്ളയാണോ ഞാൻ നോക്കും. വെള്ളയാണോ എവിടെ വെള്ള അറ്റത്ത് വെള്ളയുണ്ടെന്ന് വെള്ളയുള്ളതുകൊണ്ട് പക്ഷെ സീറ്റ് പോയില്ലേ വെള്ളമുണ്ടോ പക്ഷെ സീറ്റ് പോയില്ലേ അപ്പൊ അവസാനത്തെ ഒരാളെ വിളിച്ചിട്ട് വരിക പ്ലീസ്. വിളിച്ചോണ്ട് വന്നവരെ എടുക്കും അല്ലെങ്കിൽ വന്നവർ അവരെ എടുക്കും. ഏറ്റവും കൂടുതൽ നേരം ഹോൾഡ് ചെയ്യുന്ന ആൾ വിൻ ചെയ്യും. 3, 2, 1 താഴെ വെച്ച് കഴിഞ്ഞാൽ നോക്കുമല്ലോ. താഴെ നിർത്തി കഴിഞ്ഞാൽ നോക്കും. ആദ്യം താഴെ ഇറങ്ങുന്നവരെ നോക്കുന്നതായിരിക്കും. കാരണവശാലും താഴെ ഇറങ്ങുന്നത് തിരിച്ച് ട്രൈ ചെയ്തു താഴെ വെക്കരുത്. ആദ്യം കാല് കുത്തുന്ന ആൾക്കാരായിരിക്കും. ആദ്യം കരയിൽ കാല് തട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവും. കാലോ കയ്യോ വെച്ചോളൂ വെക്കില്ല. എന്ത് വന്നാലും ഞാൻ എന്റെ പൊന്നിനെ താഴെ വെക്കില്ല എന്നൊക്കെ. അപ്പൊ ചേച്ചി പ്രൈസ് കിട്ടിയില്ലെങ്കിലും വിൻ ചെയ്തില്ലെങ്കിലും കുറെ നാളത്തെ ആഗ്രഹം നടന്നില്ലേ? ചേട്ടൻ എടുത്തില്ലേ? അപ്പൊ എന്നെ പ്രത്യേകം കാണണം. ഫ്രണ്ട്സാണ് രണ്ടുപേരും. പ്രൈസ് കിട്ടി. പ്രൈസ് എന്താണെന്നറിയോ? പ്രൈസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അല്ലേ അവസാന റൗണ്ടിൽ വന്നത്. നിങ്ങൾ 1 മിനിറ്റ് സമയം തരും. ഏറ്റവും കൂടുതൽ പുഷപ്പ് എടുക്കുന്ന ആളായിരിക്കും ഇതിൽ വിന്നർ. 1 മിനിറ്റ് സമയം തരും. നിങ്ങൾ എണ്ണണം, നിങ്ങൾ കൗണ്ട് ചെയ്യണം. ഇവിടുത്തത് നിങ്ങൾ എണ്ണുക. പുള്ളി എത്ര കൗണ്ട് എടുക്കുന്നുണ്ടോ നിങ്ങൾ എണ്ണുക. പുള്ളി എത്ര എടുക്കുന്നുണ്ടോ നിങ്ങൾ എണ്ണുക. ഞാൻ ടൈം വെക്കാം. റെഡിയല്ലേ? എന്ത് മനസ്സിൽ പറയുന്നത് എനിക്കറിയാം. ഇത്രയും നേരം അവനെ പൊക്കി വെച്ചത് ഞാനാണ്. അപ്പൊ ഞാൻ പുഷപ്പ് എടുക്കണമെന്ന് പറഞ്ഞല്ലേ. 3, 2, 1 go. നന്നായിട്ട് പോട്ടെ, നന്നായിട്ട് കുനിയട്ടെ. 30 കഴിഞ്ഞു. അത് പുഷപ്പ്. അപ്പൊ ആള് 0 പുഷപ്പ്. പക്ഷെ ഞാൻ ആളെ പൊക്കിയിട്ടാണ് എടുത്തത്, അത് ഓർക്കണം. എന്നാലും പുഷപ്പ് അങ്ങോട്ട് താഴാത്തത് കൊണ്ട് നമുക്ക് വിന്നറിനെ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതാണ്. അപ്പൊ വിന്നർ നമുക്ക് സമ്മാനമായിട്ടൊരു പാട്ട് സമ്മാനിക്കുന്നതായിരിക്കും വിചാരിക്കുന്നു. എനിക്ക് വേണ്ടി ഐശ്വര്യ ജയിച്ചു കഴിഞ്ഞാണ് നമുക്ക് പാട്ട് പാടി തന്നപ്പോൾ നിങ്ങൾ ആരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത ഗെയിമിലേക്ക് പോയാലോ? അടുത്ത ഗെയിമിലേക്ക് നെക്സ്റ്റ് എനർജി എനിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഒരു സ്പേസിലാണ് നമ്മൾ അടുത്ത ഗെയിം ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സ്പേസിൽ നിൽക്കുന്നവരെല്ലാവരും മാക്സിമം ഈ സൈഡിലേക്ക് വരിക. ആ ബോൾസ് ഇവരുടെ കയ്യിൽ ബക്കറ്റ് ഉണ്ടാവും, പക്ഷെ ഇവര് തിരിഞ്ഞായിരിക്കും നിൽക്കാം. നിങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് ബോൾസ് ബാക്കിലേക്ക് എറിയാം. അവരും തിരിഞ്ഞു നിന്നിട്ട് ആ ബോൾ പിടിക്കണം. മുകളിലോട്ട് നോക്കാം, മുകളിലോട്ട് താഴേക്ക് നോക്കാം, പിന്നിലേക്ക് മാത്രം നോക്കാൻ പറ്റില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ തരാം. നിങ്ങൾ തിരിയണ്ട, അവര് തിരിയണ്ട. അവര് തിരിഞ്ഞു നിൽക്കും, നിങ്ങൾ തിരിയണ്ട. ഓക്കെ, നിങ്ങൾക്ക് നേരെ നോക്കി ബോൾ ഇട്ട് കൊടുക്കുക. അവരത് ക്യാച്ച് ചെയ്യണം. ഏറ്റവും കൂടുതൽ ബോൾസ് പാവാട വെച്ച് ക്യാച്ച് ചെയ്യണ്ട. ബക്കറ്റ് തരാം, ബക്കറ്റിൽ ക്യാച്ച് ചെയ്താൽ മതി. ബക്കറ്റിൽ ക്യാച്ച് ചെയ്യാം. അപ്പൊ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുന്ന ആളായിരിക്കും ആ ടീമായിരിക്കും വിന്നേഴ്സ്. അപ്പൊ ബക്കറ്റ് എടുത്തോളുക. അത് 2 ബക്കറ്റ് ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ്. അപ്പൊ ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ബോളൊക്കെ എടുത്തിട്ട് ലൈനപ്പ് ആയിക്കോളുക. ബോൾസ് നിങ്ങൾക്ക് അവർ എടുത്തു തരും. ബോൾസ് എടുത്തു തരുന്നതായിരിക്കും. പെട്ടെന്ന് മാക്സിമം നിങ്ങൾ അവരുടെ ക്ലാസ് ചെയ്തോളൂ. ഏറ്റവും ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 സൈഡിൽ ബോൾസ് നിങ്ങൾ തന്നെ എണ്ണി തരേണ്ടതാണ്. കാരണം ടീം മെമ്പേഴ്സിനെ കൊടുക്കാൻ പറ്റത്തില്ല. സെയിം എമൗണ്ട് ആയിരിക്കത്തില്ല. കാരണം ഇവിടെ എടുത്തോണ്ട് ടീമൊക്കെ മാറി കൊടുക്കുന്നുണ്ടായിരുന്നു ബോൾസ്. അല്ലേ, ടീം മാറി കൊടുക്കുന്നില്ലായിരുന്നോ? കയ്യിൽ ഫ്രീ ആയിട്ട് പെട്ടെന്ന് കൗണ്ട് ചെയ്യാം. 14 എത്രയുണ്ട്? അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്പൗസസിനെ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് വരും. നിങ്ങളിപ്പോ മാല ഇടാനായിട്ട് പോവുകയാണ്. ഒരു മാല തരും. നിങ്ങൾക്ക് 3 ചാൻസസ് ഉണ്ട്. 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ ആ ലൈനിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റത്തില്ല. 3 ചാൻസസിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്പൗസിനെ മാല ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ വിന്നറായിട്ട് ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് മാല കളഞ്ഞേക്കുക. 3 ചാൻസ് ഉണ്ട്. മാല കൃത്യമായി കഴുത്തിൽ തന്നെ വീഴണം. തോളിൽ വീണ് കഴിഞ്ഞാൽ പരമശിവനെ പോലെ തോളിലിടാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? 3 ചാൻസ് ഉണ്ട്. ട്രയൽ ഇല്ല. സ്റ്റാർട്ട്. കീപ്പ് ചെയ്തോ കേട്ടോ. ഒന്ന് ബാക്കിലേക്ക് തന്നു. അത്ര അടുത്ത് നിൽക്കല്ലേ. ഫസ്റ്റ് റൗണ്ടോട്ട് ഒന്നുകൂടി പോകാം. നമുക്ക് നന്നായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യോ. നന്നായിട്ടൊന്ന്. ഓക്കെ, അത്രയും വേണം. അത്രയെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ ഈസി ആയി പോയില്ലേ? മൂന്ന് ചാൻസ് ആണ് ഉള്ളത്. 2ലേക്ക് വരാൻ പറ്റത്തില്ല. നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം. 2 ഇല്ല, 1. ഒരു ചാൻസ്, ലാസ്റ്റ് ചാൻസ് ആണ്. 2ലേക്ക് വരരുത്. ഓക്കെ, അപ്പൊ 2 ചാൻസ് കിട്ടിയിട്ടുണ്ട്. 2 ഇട്ടിട്ടുണ്ട്. അടുത്ത ആൾ 3 ചാൻസ് ആണ്. ഫ്രണ്ടിലേക്ക് വരരുത്. ഓക്കെ, അപ്പൊ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാനുള്ള അവകാശം എല്ലാം ഉണ്ട്. കൂവലിന്റെ ശക്തി അങ്ങോട്ട് പോരല്ലോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഞാനിവിടെ നിന്നിട്ട്? ഇപ്പൊ കാണുന്നുണ്ടോ? ഇടാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് പയ്യെ ഇങ്ങനെ മാറിയേക്കാം. അടുത്ത ടീം വരാം. അടുത്ത വെള്ളമാണ്. വെള്ളത്തിലേക്ക് കിടക്കുകയാണ്. 2 ചാൻസ് കൂടി ഉണ്ട്. ഇവിടെ ആകെ ഇപ്പൊ ഇട്ടത് ഇവർ 2 പേരാണ്. 2 ഔട്ട് ഇട്ടിട്ടുണ്ട്. കൈയടിച്ച് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ആയിട്ടാണ്. ഒരു ചാൻസ് കൂടി ഉണ്ട്. ലാസ്റ്റ് ചാൻസ് ആണ്. ഫ്രണ്ടിലേക്ക് വരരുത്. ബാക്കിലേക്ക്. അവർ 2 ടീമുണ്ട്. 2 ടീമും അടുത്ത ടീമിന് കൊടുക്കാം. മാറല്ലേ എന്നൊക്കെ. ഇനി മാറിയ പോയിന്റ് പോയാലോ എന്ന്. ബാക്കിലേക്ക് നിൽക്കുക. ബാക്കിലേക്ക്. ഈ സൈഡിൽ നിങ്ങൾക്ക് അടുത്തടുത്ത് വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. മോനൊരിച്ചിരി ഫ്രണ്ടിലേക്ക് വരുന്നില്ലേ അല്ലേ? മോൻ ഇവിടെ നിൽക്കാട്ടോ. ആട്ടോ, അപ്പൊ അവര് 3 ചാൻസിൽ 3 വട്ടവും കറക്റ്റ് ആയിട്ടിട്ടുണ്ട്. അമ്മ മോനെ ട്രീറ്റ് കൊടുക്കേണ്ടതാണ്. ആള്
രണ്ട് ചാൻസ് കൂടി ഉണ്ട്. രണ്ട് ചാൻസ് കൂടി ഉണ്ട്. അത് അവിടം വരെ എത്തുന്നില്ല. കുറച്ചൊന്നും അടുത്ത് നിന്നോ. കുഞ്ഞു മാവയല്ലേ, കുറച്ചടുത്ത് നിന്നോ. ഓക്കെ, അത്രയും അടുത്ത് നിൽക്കല്ലേ. ഒരു തവണ ഇട്ടിട്ടുണ്ട്. അടുത്ത ടീമിന് കൊടുക്കാം. അമ്മയും മോനോട് അല്ലേ പറഞ്ഞിട്ടിടേ. എന്താണ് ഇത്? ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. കാല് മാറ്റിക്കോളാൻ. ഫ്രണ്ടിലേക്ക് വരരുത്, ഫ്രണ്ടിലേക്ക് വരരുത്. മൂന്ന് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ കാല് മാറ്റാൻ പറയുന്ന ഉദ്ദേശം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതൊക്കെ കാണണം മാരയില്. ഇതൊക്കെ എന്താണല്ലേ? ഇതൊക്കെ എന്ത്? അച്ഛനെ മോളാണോ? ഓക്കെ ഓക്കെ, ഒരു ചാൻസ് കൂടി ഉണ്ട്. ഒരു ചാൻസ് കൂടി ഉണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടാണ് സാർ ഇടുന്നത്. ബുദ്ധിപരമായ മൂവാണ്. ഓക്കെ, ഒരു തവണ ഇട്ടിട്ടുണ്ട്. അതേ മൂവ് ട്രൈ ചെയ്യുവാണോ? തിരിച്ച് ട്രൈ ചെയ്തത് ബെറ്റർ ആയിരിക്കും തോന്നുന്നു. വട്ടി ഇട്ടിട്ടുണ്ട്. ഓടാന്ന് കട്ടിയൊക്കെ മേടിക്കൂട്ടോ നോക്കി. മൂന്ന് ടീം അവസാനം ജയിച്ച 3 ടീം ഇവിടെ നിന്നേക്കണേ. അത് കിട്ടൂല. തലയിൽ കാണാൻ കൂട്ടുള്ളൂ, തോളി കാണാൻ കൂട്ടൂല. അത് കൂട്ടുമോ? എന്ത് നിഷ്കളങ്കനായിട്ടാ ചോദിക്കുന്നത്. അത് കൂട്ടുമോ? ഒരു റൗണ്ട് നമ്മളുടെ ടീം ലാസ്റ്റ് ചാൻസ് ആണ്. ഇലയുടെ കളർ എന്താണ്? അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. റോങ് ആൻസർ മാത്രമേ അവർ പറയാൻ പാടുള്ളൂ. ഓക്കെ, ബീച്ചിൽ എന്താണുള്ളത്? അല്ലെങ്കിൽ കടലിൽ കാണാൻ എവിടെ പോകും? ബീച്ച് എന്ന് പറഞ്ഞാൽ ഉടനെ ഉടച്ചേക്കാം. റോങ് ആൻസർ മാത്രമേ പറയാൻ പാടുള്ളൂ. അത് പറയുന്ന ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കരയിൽ ഉടച്ചേക്കാം. ആൻസർ തെറ്റാണെന്നുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓരോ ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യൻ ഡ്രസ്സിന്റെ കളർ ഡ്രസ്സിലുള്ള പാറ്റേണിന്റെ പേരെന്താ? മരം. മരത്തിൽ എത്ര ഇലയുണ്ട്? ഇലയുടെ കളർ എന്തോ? ഷർട്ട്. ആകാശത്ത് എത്ര നക്ഷത്രമുണ്ട്? ആനക്കുട്ടൻ. എങ്ങനെ ആൻസർ പറയും? ഇലയുടെ കളർ എന്തോ? ഹരിത. കുളിച്ചത് അവനാണ്. ഡ്രസ്സിന്റെ കളർ ജയിച്ചവർക്ക് അവരുടെ നിലയിൽ വെള്ളം എടുക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓരോരുത്തരായിട്ട് ചൂസ്
ചെയ്യാം. ഓടി വാ. അയ്യോ എന്നെ ഇവിടെ കുളിപ്പിച്ചു. ഡ്രസ്സിന്റെ കളർ ചോമ്പ്. ചോപ്പിന് എത്ര ഷെയ്ഡ്സ് ഉണ്ട്? അതറിയില്ല. അടിച്ചോ, അടിച്ചോ, അടിച്ചോ. എത്ര shade ആണെന്ന് എനിക്കറിയില്ല. കുഴപ്പമില്ല, ഞാൻ തരാം. അത് പൊട്ടുന്നില്ല. ഫ്രണ്ടിലെ ക്യാമറയുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. ചേട്ടന്റെ പേര് നോക്കാം. സമയം കൊടുക്കാൻ പാടില്ല. സമയം നമ്മൾ കൊടുക്കരുത്. അമ്മയുടെ ഉടുപ്പിന്റെ കളർ എന്തോങ്കി സമയം എടുത്താൽ അപ്പോഴാണ് പൊടിച്ചേക്കാം. അങ്കീരെ കാറിന്റെ കളർ എന്തോ? ബ്ലാക്ക്. ഒന്നും നോക്കണ്ട. ചെമ്പരത്തി സച്ചിൻ. ഇഷ്ടപ്പെട്ട നടന്റെ പേരെന്താ? ഇഷ്ടപ്പെട്ട നടന്റെ പേരെന്താ? സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിൻ തെണ്ടുൽക്കർ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടോടാ. ആക്ട് ഉണ്ട്. നായകൻ. അല്ലേ? ഇന്നെന്താ ഇവിടെ പരിപാടി നടക്കുന്നെന്താ? ഇന്ന് ഇവിടെ എന്താ പരിപാടി നടക്കുന്നത്? അടി. എന്താ പേര്? കാക്കയുടെ കളർ എന്താ? പല്ല്. പല്ലില് എത്ര? ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താ? ബീച്ച്. അല്ല 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 ആൻസർ തെറ്റാ. അപ്പൊ ഭാര്യ എവിടെ? ചേച്ചി ആരാന്ന് ചോദിച്ചേക്ക വീട്ടിൽ ചെല്ലപ്പോ ബീച്ചെന്ന് ആരാ ചെല്ലത്തോടെ വിളിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ അച്ഛന്റെ അടുത്തു നല്ല ക്വസ്റ്റ്യൻ ചോദിക്കണേ. ചേച്ചി ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളറാണ്? ഷൂസിന്റെ സൈസ് എത്ര? മല്ലിക പൂവാണോ ഉദ്ദേശിച്ചത്? വിഷമമുണ്ട്. എന്നാലും മോളെ 4+4 എത്ര? രണ്ടുകൂടെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുക അല്ലേ? നേരെ പഠിപ്പിച്ചെന്ന് പെട്ടെന്നായിക്കോട്ടെ. അച്ഛനൊക്കെ അവരോട് എറിയുന്നേ. ഓക്കെ. ഐഷു നേരെ ഈ സെന്ററിലേക്ക് ഇങ്ങ് വരിക. എന്നെ പകുകൊള്ളുക. എല്ലായിടത്തും കൈ വെച്ചേക്കാം. നീല. ഏതെങ്കിലും ഒരു കാറിന്റെ നിറമാണ് ഞങ്ങൾ ചോദിച്ചത്. ഏത് കാറായാലും മതി, കാറിന്റെ നിറമാണെന്ന് ചോദിച്ചോളൂ. സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്കാം കേട്ടോ. സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ അടിക്കാം. സമയം ലേറ്റ് അല്ലേ? ലേറ്റ് അല്ലേ? പറഞ്ഞോ ലേറ്റ് ആയി കഴിഞ്ഞാൽ സ്പോട്ട് അടിക്കാം.
ഡ്രസ് ആരുടെ ഫംഗ്ഷനാ? നിന്റെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അടിക്കാം. ഡ്രസ്സിന്റെ കളർ എന്താ? മഞ്ഞ. ഒരു മിനിറ്റ്, ഇതിൽ മഞ്ഞയുണ്ടോ? എവിടെയെങ്കിലും മഞ്ഞയുണ്ടോ എന്നൊക്കെ. ഇവിടെ മഞ്ഞയില്ല. Next question. ആൻസർ ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു പഠിക്കാം. പെട്ടെന്ന് നെക്സ്റ്റ് ആര് ചോദിക്കാൻ പോകുന്നു? ബീന. വയസ്സ് എത്ര? 32. എത്ര ക്ലാസ്സിൽ പഠിച്ച്? 10. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. ഇന്നിപ്പോ എന്തായാലും എല്ലാ കാര്യത്തിനും എന്നെ കോർഡിനേറ്റ് ചെയ്തത് ഐഷു ആണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ കാര്യത്തിനും വിളിച്ച് കോർഡിനേറ്റ് ചെയ്തതെല്ലാം ഐഷു ആണ്. നാളെ ഫംഗ്ഷൻ ഉണ്ടോ? ഇല്ല. ഇല്ല. നാളെ ആങ്കർ ഇല്ല. ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ഇത് സീരിയസ് ആയിട്ട് ചോദിച്ചതാ. നാളെ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്കിനി ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നാളെ ഫംഗ്ഷൻ ഉണ്ട്. നാളെ എന്താ പരിപാടി എല്ലാവർക്കും അറിയാലോ. എന്താ പരിപാടി? സംഗീതാണ്. സംഗീതത്തിൽ നിങ്ങൾ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ എല്ലാവരും കളിക്കുന്നുണ്ടോ? ഐശ്വര്യ ഡാൻസ് ഉണ്ടോ? സിംഗിൾ ഉണ്ടോ? സിംഗിൾ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു. ആയിക്കോട്ടെ, പെട്ടെന്ന് ആയിക്കോട്ടെ. ചെറുപടയുടെ വരവിത പാടി മുകളിൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നവരായിരുന്നു വിജയിച്ചത്. ലെഫ്റ്റ് സൈഡിൽ നിന്നവർ റൈറ്റ് സൈഡിൽ വരിക, റൈറ്റ് സൈഡിൽ നിന്നുള്ളവർ ലെഫ്റ്റ് സൈഡിൽ വരിക. എങ്ങോട്ടോ പോയി. നീ ഇപ്പുറത്താ
പറ്റുമായിരുന്നു. ഒന്നുമില്ലല്ലോ, പറ്റുന്നില്ല. ആണ് നിർഭാഗ്യവശാൽ ഐഷു. So, ഐഷു എല്ലാരെയും cheer ചെയ്യാനായിട്ട് ഐഷു ഇവിടെ എത്തിയിട്ടുണ്ട്. Two, one, and go. And the winner, team A won the game. നീ ആഡ്രി രുക്മിണി. പ്രോഗ്രാമിലെ ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ പറ്റിയ നമ്മുടെ അർച്ചന ഒരു വലിയ കൈയ്യടി കൊടുക്കാൻ. She really made this program a great one. Golden Dream, let's all go. So once more, give her a big clap. ഞാൻ പാടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പരിപാടി ഒതുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഡാൻസിലേക്ക് കിടക്കാം. Get your money up. I put money down on all of us, on my people now, on what I love. Nigga got dread, 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 dread. Nigga got dread, 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 dread. It's got to the point that I don't even care about tools in the safe that I don't even wear. ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത്. ഓഫ് കോഴ്സ് നമ്മുടെ സൗണ്ട് അറേഞ്ച് ചെയ്തവര്, സൗണ്ട് ചെയ്തവര്, നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തന്നവര്, അതുപോലെ നമുക്ക് വേണ്ടി TM സ്നാക്സും അറേഞ്ച് ചെയ്ത് തന്നവര്, പിന്നെ നമുക്ക് ഈ ഒരു സ്പേസ് തന്നവർ, അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാമറ ടീം, അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഇന്നത്തെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് സഹായിച്ചത്. സോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫാമിലിയുടെ സ്ഥലം ഒരു ബിഗ് താങ്ക്സ് അറിയിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് സാധിച്ചത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ദിസ് ഇസ് സംതിങ് സ്പെഷ്യൽ. എനിക്ക് തോന്നുന്നു ഐശ്വര്യ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഫാമിലി തോന്നുന്നു. Thank you so much. And this is MC Archana signing off. Thank you so much.